ഹലോ, ഞാൻ സുനി സജി, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ആ സർവ്വ നന്മയും കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പിതാവായ ദൈവത്തിന് യേശുമ്പരാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ സർവ്വ നന്മയും നമ്മളോടുകൂടെ വസിക്കും. അപ്പം നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ഒരേ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ മതി. വീട്, കാറ്, മക്കളുടെ കാര്യം എല്ലാം കൂടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളീ വസിക്കണമെന്ന്. അപ്പം നമ്മൾ സുബോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മളെ ശുഭകരമായി പ്രവർത്തിക്കാൻ നമ്മളെ അഭ്യസിപ്പിച്ച് നമ്മൾ പോകേണ്ടുന്ന വഴി നമ്മൾ നടത്തുകയും ചെയ്യും. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും എൻ്റെ മേലും വാഴട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റിങ്സിൻ്റെ ആണ്. അലക്സ് എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. അലക്സെ പറഞ്ഞു ഇന്നത്തെ വീഡിയോസ് എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന കുറച്ച് അടിപൊളി റിങ്സിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വരുന്നത് സിംഗപ്പൂർ വർക്ക് വരുന്നുണ്ട്, മോൾഡിംഗ് വർക്ക് വരുന്നുണ്ട്, വർക്കിൽ വരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1/2 ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഏകദേശം ഒരു 5000 രൂപ റേഞ്ചിൽ കിട്ടും. അതിപ്പോ നമുക്ക് പ്രസന്റ് കൊടുക്കാനൊക്കെ ഇത് നല്ല ലാസ്റ്റ് ചെയ്യുമല്ലേ? അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. പൊള്ളയല്ല, കമ്പി വർക്ക് ചെറിയ സ്റ്റോൺസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗ്ഷൻ വെയർ ആണ്. ഡയമണ്ടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പോലെ അല്ലേ? ഡയമണ്ട് അത് തോന്നിക്കും. ചെറിയ ഫ്ലവർ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത്, വൈറ്റ് സ്റ്റോൺ കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വേറെ വെറൈറ്റി കളറുകളൊക്കെ നമുക്കുണ്ട് കേട്ടോ. ഈ വീഡിയോക്ക് വേണ്ടി എടുത്തു വെച്ചത് മാത്രമേ ഉള്ളൂ. 1/2 ഗ്രാമാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ നമുക്ക് വരുന്നത് ഇപ്പൊ 1 ഗ്രാം തൊട്ടൊക്കെയാണ്. ഇതിന്റെ സെയിം നമുക്ക് ഡയമണ്ട്സിലും വരുന്നുണ്ട്. ഇതൊക്കെ സാധാ സിർക്കോൺ സ്റ്റോർ വരുന്ന അമേരിക്കൻ ഡയമണ്ട്സിന് സ്റ്റോൺ വരുന്നതാണ്. വലിയ വെയിറ്റും വെയിറ്റ് ഇല്ല. പിന്നെ അതുപോലെ ഇച്ചിരി 1.5 ഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മോൾഡിംഗ് സിംഗപ്പൂർ വർക്കിൽ വൈറ്റ് സ്റ്റോൺ വെച്ച് നല്ല അടിപൊളി റിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഗ്രാം റേഞ്ചിലൊക്കെ വരുന്ന ചെറിയ ഹെയർ ഷേപ്പുകളാണ് വരുന്നത്. 1 ഗ്രാം. പിന്നെ ബ്ലാക്ക് സ്റ്റോൺ വെച്ച് ചെറിയൊരു ഹെഡ് ഷേപ്പിന്റെ മോഡൽ വരുന്ന അത് നന്നായിട്ട് പോണ്ടല്ലേ? ഇത് റീസ്റ്റോക്ക് വന്നതല്ലേ? റീസ്റ്റോക്ക് വന്നതല്ലേ? ഇതൊക്കെ റീസ്റ്റോക്ക് വന്നതല്ലേ? റീസ്റ്റോക്ക് ആണ്. ഇതൊക്കെ ഏകദേശം ഒരു 1.5 ഗ്രാം മാക്സിമം ആ റേഞ്ചിലേ വരുള്ളൂ. പിന്നെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന സ്ക്വയർ ടൈപ്പ്. എന്റെ ദൈവം ഒന്നും എന്റെ കയ്യെ പാകാവൂല, നോക്കട്ടെ. ഇത് പാകായല്ലോ. ചില പാടാണ്. ഈ കയ്യിലിട്ട് കാണിക്കാം, എന്താ സൗകര്യമുണ്ട്. ഇത് ഭംഗിയല്ലേ? ഡ്രസ്സിനോട് മാച്ച് ആയിട്ട് ഇടാൻ പറ്റും. സ്റ്റോണൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇടാം. 1.5 ഗ്രാമൊക്കെ തൂക്കം വരുള്ളൂ. എന്റെ കയ്യുടെ അടുക്കത്തെ എല്ലു വരുമ്പോഴാണ് പ്രശ്നം. അതുപോലെ നമുക്ക് ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ഇത് അഡ്ജസ്റ്റബിൾ ആണല്ലോ. എന്റെ കയ്യിലും അങ്ങനെ കിടക്കണം. ഇത് അഡ്ജസ്റ്റബിൾ, എനിക്ക് ഇതാ പറ്റുള്ളൂ. അഡ്ജസ്റ്റബിൾ ചെയ്യാം. ഇത് 2 ഗ്രാമാണ് തൂക്കം വരുന്നത്. ഇത് കണ്ടോ, വലിപ്പം കൂട്ടും. എനിക്കൊക്കെ ഇതൊക്കെ പറ്റുള്ളൂ. വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാം അങ്ങനത്തെ അല്ലേ? ഇതെല്ലാം ഇതാണ് നമ്മുടെ സൂഫി സ്റ്റോൺസ് വരുന്നത്. പല കളർ സ്റ്റോൺസ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഏത് സൈസ് ഉള്ളവർക്ക് വേണ്ടി നമുക്ക് എടുക്കാം. ചെറുതാക്കാം, അതുപോലെ വലുതാക്കി വലുതാക്കി കാണിച്ചേ. ഒന്നും പൊള്ളയല്ല കേട്ടോ. നമുക്ക് കമ്പി വർക്ക് കാരണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇച്ചിരിയോടെ വലുതാക്കണം. ഇത് വലുതാക്കാൻ പോലും എനിക്കറിയാൻ പാടില്ല. കണ്ടോ, ഒരെണ്ണം വേറെ ഒന്ന് വലുതാക്കി കാണിക്കണേ. എൻ്റെ കയ്യെ കയറാൻ മാക്സിമം വലുതാക്കിയാലായിരിക്കും എൻ്റെ കൈ. വണ്ണം കുറയ്ക്കണം. ചെറിയ ഗ്രീൻ സ്റ്റോൺ വരുന്നത് മാക്സിമം വലുതാക്കിയോ? അത് ഒന്നുകൂടി വലുതാവുമല്ലോ. നമുക്ക് കഴിഞ്ഞിട്ട് തന്നെ വലുതാക്കാൻ പറ്റും നമുക്ക്. ഇത് കയറി. നമ്മുടെ സൈസിന്റെ പ്രശ്നം വരില്ല. ആർക്ക് വേണമെങ്കിലും കയറും. എൻ്റെ കയ്യെ കയറി. എൻ്റെ ഈ ഇവിടെ എല്ലിന് ഇച്ചിരി വണ്ണമുണ്ട്. കുഴപ്പമില്ല, നല്ല അടിപൊളി. നമുക്ക് ഗിഫ്റ്റ് പർപ്പസ് ആയിട്ട് വേണ്ടി നമ്മുടെ നോർമൽ അത്യാവശ്യം കാഴ്ചക്ക് പൊലിമേല് വരുന്ന മോഡല് 1/2 ഗ്രാം, ഈ പറഞ്ഞ 1/2 ഗ്രാം റേഞ്ചിലൊക്കെ വരുന്ന നല്ല പൊലിമേല് വരുന്നവരാണ്. അതും കംപ്ലൈന്റ് വരില്ലെന്ന് തോന്നുന്നു. ഒരു കമ്പി വർക്കല്ലേ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് യൂസ്ഫുള്ളും അല്ലേ? ഗിഫ്റ്റ് പർപ്പസ് ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ നല്ലത്. ചെറിയൊരു 5000 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത്. ക്രിസ്മസിനൊക്കെ പോകുമ്പോൾ ഇപ്പൊ സ്വർണ്ണമാകുമ്പോൾ ഇങ്ങനെ നമ്മൾ വിലയേറിയതാട്ടോ. ലിക്വിഡ് അസറ്റാ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്വർണത്തിലാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വില കുതിച്ചു കയറണ കാരണം നമുക്ക് ഇപ്പൊ 10 മിനിറ്റും കൊണ്ട് കാശ് കിട്ടണ വേറൊരു സംഭവമില്ല. ഇപ്പം എന്നോടൊരു ഇങ്ങനെ അപ്പുറം രേവതി വെഡിങ് കളക്ഷനിൽ വെച്ചൊരു കസ്റ്റമർ പറഞ്ഞു, മോക്കടെ കല്യാണത്തിന് സ്വർണ്ണം എടുത്തില്ല, പൈസ ഇട്ട് കൊടുക്കിയത് അപ്പടിയും ഇമിറ്റേഷനിലാണ്. അത് കുറച്ച് കഴിയുമ്പോൾ പൈസ സെക്കൻഡിൽ ഉള്ളിൽ പോകൂലേ? എൻ്റെ കല്യാണത്തിന് എൻ്റെ ആഭരണം എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കാണാനോ ഇനി അടുത്ത കല്യാണത്തിനോ അങ്ങനെയൊക്കെ യൂസ്ഫുൾ ആവുമോ? അതെന്ത് വലിയ അസറ്റാണെന്നറിയാം. എന്നാ വിഡിത്താന്നറിയാവോ?
പൈസ നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ കിടന്ന സെക്കൻഡിനുള്ളിൽ തീരും കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ വിൽക്കാൻ തോന്നൂല. നല്ല പണിയുള്ള ആഭരണങ്ങൾ, നല്ല പണി, നല്ല ഫാഷൻ നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തില്ല. ഫാഷൻ കുറയുമ്പോഴാണ് പിള്ളേരായാലും ആരും ഇടൂലാത്തതും. അപ്പം നിങ്ങൾ നല്ല ഇത് നോക്കുക. പിന്നെ നമുക്ക് ഇത് കൂട്ടുണ്ടല്ലോ സ്കീമുകൾ വരുന്നുണ്ട്. 2 തരം സ്കീമാണ് വരുന്നത്. മന്ത്ലി നിശ്ചിത എമൗണ്ട് അടച്ച് നമുക്ക് ഗോൾഡ് ബുക്ക് ചെയ്യാവുന്ന ഒരു സ്കീമും ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള എമൗണ്ട് അടച്ച് അതിന്റെ ബോണസും മേടിക്കാൻ പറ്റും. 11 മാസത്തെ സ്കീമാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഓൺലൈനും നമുക്ക് അതുപോലെ ഓൺലൈൻ പർച്ചേസ് വരുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. കേരളത്തിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ നമ്മളിത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മുടെ എൻക്വയറി നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓർണമെന്റ്സിന്റെ സ്ക്രീൻഷോട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിലും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും, പറഞ്ഞു തരുന്നതായിരിക്കും. ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കണ്ടു വന്നും ഓൺലൈനിലും ആട്ടോ, അധികം വീഡിയോയിൽ കൂടി ആട്ടോ ഒത്തിരി നമുക്ക് എൻക്വയറി വന്നെ അല്ലേ. അധികം പേര് വന്നത് കട്ടപ്പന, കോട്ടയം, പാലൊക്കെ വന്നിട്ടല്ലേ. ഒത്തിരി അകലക്കാരും കുമളി അങ്ങനെ സ്ഥലപ്പേര് ചോദിക്കുമ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കണ്ടാൽ വന്നേന്ന് പറയണോ. അപ്പോൾ യേശുബ്രാനെ ഒത്തിരി പേരകലെ ഓരോ പാറ്റേണും വെറൈറ്റിയും ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരും മേടിക്കാനും. അപ്പം നമ്മൾ സ്വർണം മേടിച്ചാലും നശിക്കില്ല കേട്ടോ. അപ്പോൾ സ്വർണത്തിൽ അത് നല്ല ഫാഷൻ നോക്കി മേടിക്കുക. ഞാൻ ഓർക്കും എന്തുമാത്രം കഷ്ടപ്പെട്ട ഈ ഫാഷനുകൾ നോക്കി എടുത്തോണ്ട് വന്നതെന്ന് അറിയാമോ. സാധാരണ ഒരു സ്വർണ്ണക്കടയാണെങ്കിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാൻ സ്വർണ്ണക്കട തുടങ്ങിയപ്പോൾ തന്നെ ചിന്തിച്ചു നല്ല വെറൈറ്റി എടുക്കണം. അപ്പോൾ കാരണം അതുപോലെ ഞാനും ഇങ്ങനെ ഞാൻ എറണാകുളത്ത് പോയ എല്ലാ കടയുടെ ഓട്ടോറിക്ഷ വിളിച്ച് നടന്ന് 3-4 കട കയറി ഒരു പവൻ അന്നൊക്കെ ഒരേ പവന് അരപ്പവനൊക്കെ കമ്മൽ വരുമായിരുന്നു. ഇപ്പം 2 ഗ്രാമിൻ്റെ കമ്മലൊക്കെ അതെടുക്കാൻ വേണ്ടി നടക്കണ കാര്യം ഈ പറഞ്ഞത്. അപ്പോൾ ഈ വർഷം ന്യൂ ഇയറും ക്രിസ്മസും രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം വെഡിങ് കളക്ഷനോടൊപ്പം അപ്പോൾ ഗീവവേയുടെ കാര്യം ഓർമ്മ വേണം. നിങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഒക്കെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ നോക്കി സമ്മാനം കിട്ടുന്നത് ഡയമണ്ട് റിംഗ് ആട്ടോ. അപ്പം മറക്കരുത്, നമുക്ക് സമ്മാനം മേടിക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊന്ന് കുത്തിയാൽ പോരെ, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഡയമണ്ട് റിംഗ് അല്ലേ. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.